ജിജോ ജോസ് ആൻ്റണിയുടെ സംവിധാനത്തിൽ ഷായിസ് മുഹമ്മദ് കഥ എഴുതി നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ളൈ, സലീം കുമാർ പോലുള്ള താരങ്ങൾ അണിനിരന്ന് ഇന്ന് റിലീസിനെത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളി ഫ്രം ഇന്ത്യ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു പ്രതീക്ഷിക്കുന്നു. മലയാളി ഫ്രം ഇന്ത്യ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഹൈപ്പ് വന്നൊരു പടം തന്നെയായിരുന്നു. നിവിൻ പോളിയുടെ കമ്മിങ് ബാക്ക് എന്ന രീതിക്ക് വളരെയധികം ഹൈപ്പ് വന്നൊരു സിനിമ തന്നെയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ. സോ ഈ സിനിമ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്തൊരു സിനിമയായിരുന്നു. ഒരുപാട് ചിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇമോഷണൽ ആക്കുന്ന സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. സിനിമയ്ക്ക് ഇന്നതാണ് സിനിമയുടെ ജേണർ എന്ന് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും സിനിമ ഒരു പൊളിറ്റിക്കൽ സട്ടയറാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം പൊളിറ്റിക്കൽ സട്ടയറിലൂടെയും പോകുന്നുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയം അതിൽ വരുന്ന മതങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും സിനിമ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല, ഇതിനു മുമ്പ് സിനിമകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ച ഒരു സിനിമയും കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ സിനിമയുടെ ബേസിക് കഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിവിൻ പോളി ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ. നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ആൽപ്പറമ്പിൽ ഗോപി. ഒക്കെയാണെങ്കിൽ ഒരു പണിയും ചെയ്യാതെ, എന്താ പറയുക, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു ഗുണമില്ലാതെ കുറേ ആൾക്കാരാണ്. അതുപോലൊരു കഥാപാത്രമാണ്. താൻ വിശ്വസിക്കുന്ന ആ ഒരു പാർട്ടിയിൽ ഭയങ്കര വിശ്വസിച്ച് നാളെ എല്ലാം നന്നാവുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന, എന്താ പറയുക, വാട്സാപ്പിലുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രം സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറേ കൂട്ടം ആൾക്കാരെ പ്രതിദാനം ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് നിവിനും ധ്യാനും വരുന്നത്. ആൻഡ് സിനിമയുടെ ഫസ്റ്റ് പോർഷൻ എല്ലാം തന്നെ അങ്ങനെയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതൊക്കെ വളരെ എൻജോയബിൾ ആയിരുന്നു. അത്യാവശ്യം തിരക്കുള്ളൊരു തിയേറ്ററിലാണ് സിനിമ പോയി കണ്ടത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ എല്ലാ കോമഡിക്കും, ഇവർ ചെയ്യുന്ന മണ്ടത്തരങ്ങൾക്കും, അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പടത്തിൻ്റെ അകത്ത് വരുന്ന ആ സെൻറ്റിമെൻറ്റ് സീൻസൊക്കെ വളരെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു, എന്താ പറയുക, ഒരു തെയ്യോ ഒരു ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു സീൻസൊക്കെ വളരെ നന്നായിട്ട് തിയേറ്ററിൽ നല്ലൊരു ഇമോഷൻ നമുക്ക് ആൾക്കാരിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നിന്ന് എന്തായാലും ഡിഫറൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. എന്താ പറയുക, സിനിമ ഒരിടത്ത് തുടങ്ങി വേറൊരിടത്ത് നിൽക്കും പോലെയാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജേണർ ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഹ്യൂമർ വരുന്നുണ്ട്, സെൻറ്റിമെൻറ്റ്സ് വരുന്നുണ്ട്, പൊളിറ്റിക്സ് വരുന്നുണ്ട്, ആൻഡ് എന്താ പറയുക, കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചിലയിടത്തൊക്കെ. പക്ഷേ എൻജോയബിൾ ആയിട്ടൊരു ഫിലിമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്താ പറയുക, നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് പറയാൻ ആക്ച്വലി നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം ഒരു കംബാക്ക് തന്നിരുന്നു. സോ അന്ന് പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ആക്ച്വലി ആ കഥാപാത്രത്തെ നമുക്ക് വെറുക്കണം. ആ തരത്തിലുള്ള അഭിനയം രണ്ടുപേരും, ആക്ച്വലി ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ നിവിൻ പോളിയും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന് നമുക്കൊരു വെറുപ്പുണ്ടാവും. കാരണം ഒന്നും ചെയ്യാൻ നടക്കാൻ നേരം നമുക്കിങ്ങനെ വെറുപ്പുണ്ടാവും. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ അമ്മയായിട്ട് വന്ന മഞ്ജു പിള്ള അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സലീം കുമാറിൻ്റെ റോൾ വളരെ കുറച്ചാണെങ്കിൽ പോലും ആ ഒരു സമയത്തുള്ള ഡയലോഗ് വളരെ നന്നായിട്ട്, ആ സമയത്തൊക്കെ സിനിമയുടെ പീക്ക് പോയിൻറ്റ്സ് ആണ്. സിനിമയ്ക്ക് 2-3 പീക്ക് പോയിൻറ്റ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് അറിയാതെ ഗൂസ് ബോംസ് വരുന്ന ഒരുപാട് മൊമെൻറ്റ്സ് സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. അറിയാതെ കരഞ്ഞു പോകുന്ന രംഗങ്ങൾ സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. സിനിമ ക്ലൈമാക്സ് വന്ന ആ ഒരു സ്പീച്ചൊക്കെ വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ കണ്ടുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും ബൈ.